ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ചാനൽ പി സി ക്യാപ്സ്യൂൾ. ഇന്ന് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് ഈ എപ്പിസോഡിൽ വന്നിട്ടുള്ളത്. 2017 നടന്നിട്ടുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട് ഇറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഷട്ട് ദ ഡോർ ഈസ് എ ഓർ ആൻഡ് ഡാഷ് സെന്റൻസ് ഓർഡർ. ഷട്ട് ദ ഡോർ എന്നുള്ള സെന്റൻസ് ഏത് സെന്റൻസ് ഓർഡർ ആണ്? അതായത് സെന്റൻസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റൻസ് ഉണ്ട്. അതിൽ ഏത് ടൈപ്സിൽ നമുക്ക് ഷട്ട് ദ ഡോർ എന്ന സെന്റൻസ് പെടുത്താം? ഓപ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. എക്സ്ക്ലമേറ്ററി, അസർട്ടീവ്, ഇംപറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ ആശ്ചര്യത്തോടു കൂടി പറയുന്ന സെന്റൻസിനെയാണ് എക്സ്ക്ലമേറ്ററി എന്ന് പറയുക. അതുകൂടാതെ ആ ഒരു സെന്റൻസിന്റെ അവസാനം നമുക്ക് എൻഡിങ്ങിൽ എന്ത് കാണാം? ഒരു എക്സ്ക്ലമേറ്ററി സിംബലും കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ അസർട്ടീവ് ആണ്. അസർട്ടീവ് സെന്റൻസ് എന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ്, അതിനെയാണ് എന്തെന്ന് പറയുക? അസർട്ടീവ് സെന്റൻസ് എന്ന് പറയുക. ദെൻ ഇംപറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഡർ പോലെ ഒരു കമാൻഡിങ് പവർ ഉണ്ടാവും ആ സെന്റൻസ്. അപ്പൊ ഈ തന്ന സെന്റൻസ് എന്താണ്? അതുപോലെയല്ലേ ഷട്ട് ദ ഡോർ എന്ന് നമ്മൾ പറയുകയാണ്. സോ ആൻസർ ഇംപറേറ്റീവ് ആണ് ഇതിൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ഓപ്ഷൻ ഡി നോക്കൂ, അതിനെന്താണ്? ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ പോലെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇൻട്രോഗേറ്റീവ് എന്ന് പറയാം. സോ ആൻസർ ഇംപറേറ്റീവ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 2. ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ആൻ ഓയിൻമെന്റ്. ദ പേഷ്യന്റ് ഡാഷ് ഇറ്റ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻ. ഡോക്ടർ ഒരു ഓയിൻമെന്റ് പ്രിസ്ക്രൈബ് ചെയ്തു. അപ്പൊ പേഷ്യന്റ് അത് എന്ത് ചെയ്തു? ആ പേഷ്യന്റ് ചെയ്തതിനെ, ആ അഡ്വൈസ് സ്വീകരിച്ച് ചെയ്യുന്നതിനെ പറയുന്നത് എന്താണോ അതാണ് അവിടെ വരേണ്ടത്. ഇവിടെ ഓപ്ഷൻസ് നോക്കൂ. അഡ്മിനിസ്റ്റേഴ്സ്, അഡ്വൈസ്ഡ്, അപ്ലൈഡ്, ഇൻസ്ട്രക്റ്റഡ്. ആൻസർ ഓപ്ഷൻ സി, അപ്ലൈഡ്. ഡോക്ടർ പറഞ്ഞതുപോലെ ആ ഓയിൻമെന്റ് അപ്ലൈ ചെയ്തു എന്നുള്ള ഒരു ആൻസറിലേ വരേണ്ടത്. അതുകൊണ്ട് ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3. അരുൺസ് ഫാദേഴ്സ് എൽഡസ്റ്റ് ബ്രദർ ഈസ് ഹിസ് ഫേവറേറ്റ്. ഇവിടെ നമുക്ക് ജസ്റ്റ് റിലേഷൻഷിപ്പ് പറഞ്ഞാൽ ഈ ഉത്തരം നമുക്ക് എഴുതാം. അരുണിന്റെ അച്ഛന്റെ ഏറ്റവും മൂത്ത സഹോദരനാണ്. അവർക്ക് പറയുന്ന ആ ഒരു റിലേഷൻ, അത് ഏത് റിലേഷനിലാണ് അത് വരിക? അങ്കിൾ, പേരന്റ്, കസിൻ, ആൻഡ്. ആൻസർ ഓപ്ഷൻ എ, അങ്കിൾ. നാലാമത്തെ ചോദ്യം, ക്യാൻ യു ലെൻഡ് മീ എ പെൻ പ്ലീസ്? ഓപ്ഷൻസ് യെസ് ഹിയർ യു ആർ, യെസ് ഹിയർ യു, യെസ് യു ക്യാൻ, യെസ് ഹിയർ. എനിക്കൊരു പെണ്ണ് തരുമോ പ്ലീസ് എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് എന്താണ് വരിക? അപ്പം യെസ് യു ക്യാൻ, നിങ്ങൾക്ക് കഴിയും, എടുക്കാം. അപ്പൊ അതിന് ഉചിതമായ മറുപടി ഏതാണ്? ഓപ്ഷൻ സി തന്നെയല്ലേ? ആൻസർ ഓപ്ഷൻ സി, യെസ് യു ക്യാൻ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ദ സ്പീക്കർ ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് ഡാഷ് ദ ബേണിംഗ് ഇഷ്യൂസ്. സ്പീക്കർ ഓഡിയൻസിലേക്ക് ഈ ബേണിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ചില ഇഷ്യൂസിന് നേരെ നോക്കി, അല്ലെങ്കിൽ അങ്ങോട്ട് ജസ്റ്റ് തന്റെ അറ്റൻഷൻ കൊടുത്തു. അപ്പം അതിനെ പറ്റിയ ഒരു കണക്ഷൻ വേർഡ് നമ്മൾ എടുത്തെഴുതുക. ഓപ്ഷൻസ് ഇൻ ടു, ടുവേർഡ്സ്, ഫ്രം, ടു. ആൻസർ ഓപ്ഷൻ ഡി, ടു ആണ്. ഇനി ടു ചേർത്ത സെന്റൻസ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ദ സ്പീക്കർ ഡ്രൂ ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ് ടു ദ ബേണിംഗ് ഇഷ്യൂസ്. Question number 6. One who talks in sleep is. ഉറക്കത്തിൽ സംസാരിക്കുന്നതിനെ പറയുന്ന പേര്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, somniloquent. Somniloquent is the answer. Question number 7. The train started after we dash for about an hour. ഇവിടെ ദ ട്രെയിൻ സ്റ്റാർട്ടഡ് എന്നുള്ള സെന്റൻസ് നോക്കുക. അത് സിമ്പിൾ പാസ്റ്റിലാണ്. സ്റ്റാർട്ടഡ് എന്നുള്ളത് V2 ഫോം ആണ് സ്റ്റാർട്ടിന്റെ. അപ്പൊ അടുത്ത സെന്റൻസ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ വേണം എഴുതാൻ. അപ്പം എല്ലാ ഓപ്ഷൻസ് നോക്കൂ. ഹാഡ് പ്ലേഡ്, ഹാവ് ബീൻ പ്ലേഡ്, വർ പ്ലേയിങ്, ഹാവ് ബീൻ പ്ലേയിങ്. ഓപ്ഷൻ എ ആണ് പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതിയിട്ടുള്ളത്. പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡ് പ്ലസ് V3 ഫോമിലല്ലേ? അത് നമുക്ക് കാണാം ഓപ്ഷൻ എയിലാണ്. So the train started after we had played for about an hour. അടുത്ത question number 8. He would not have failed if he dash enough money. Options would have, had, would have had, was having.
ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹാഡ് ഹാഡ്. ഇവിടെ തന്ന സെന്റൻസിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 യൂസേജ് കാണാം അല്ലേ. ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് എന്നുള്ളതിൽ വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, അതുപോലെ V3 യൂസേജ്. ഫെയിൽഡ് എന്നുള്ളത് V3 ആണ്. അപ്പോൾ ആൻസർ അടുത്ത സെന്റൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ഹാഡ് പ്ലസ് ഹാഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഹാഡ് പ്ലസ് V3 ഫോം ആണ് വരേണ്ടത്. ഇവിടെ ഹാഡ് പ്ലസ് V3 ഏതാണ്? ഓപ്ഷൻ ബിയിലാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. Next question, question number 9. A government controlled by the rich. Options: oligarchy, aristocracy, plutocracy, democracy. Answer option C ആണ്, plutocracy. plutocracy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് റിച്ച് പീപ്പിൾ ആണ് അത് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ആ സിസ്റ്റത്തിന് പറയുന്ന പേരെന്താണ്? plutocracy. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എ ബിഗ് ബഗ്. എ ബിഗ് ബഗ് എന്ന ആ ഒരു ഇഡിയത്തിന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്, ആ എക്സ്പ്രഷന്റെ മീനിങ്. ബിഗ് ബഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരാൾ, അതാണ് അതിന്റെ മീനിങ് വരിക. സോ ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി കാണാലോ, എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മോൺസ്റ്റർ, വില്ലൻ, എ സെയിന്റ് എന്നുള്ളതൊക്കെയാണ്. സോ ഇവിടെ എ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 11. ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ബിലോ ഈസ്. ഓപ്ഷൻ എ ആണ്. ഡിസ്ക്രിമിനേഷൻ എന്നുള്ള വേർഡിന്റെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണം എഴുതാൻ. ഡിസ്ക്രിമിനേഷൻ സ്പെല്ലിംഗ് DISCRIMINATION. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. Next question, question number 12. The opposite of innocent is. Innocent എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ് എഴുതുക. ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നസെന്റ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ നിഷ്കളങ്കമല്ലാത്തത് എന്നൊരു വേർഡ് മീനിങ് വരുന്ന ഒരു ഓപ്ഷൻ എടുത്ത് എഴുതണം. ഓപ്ഷൻസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗിൽറ്റി, പോൾ, റഫ്, പ്രൗഡ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരിക, ഗിൽറ്റി. ഗിൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റബോധം. ഇന്നസെന്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 13. ദ റൈഡർ ഡാഷ് ഹിസ് ഹോഴ്സ് ടു വിക്ടറി. ഓപ്ഷൻ ബി റോഡ് ആണ് ആൻസർ. റൈഡിന്റെ പാസ്റ്റ് ഫോം ആണ് ഇവിടെ എഴുതേണ്ടത്. ഹോഴ്സ് റൈഡ് ചെയ്യാന്നല്ലേ പറയാ. സോ അതിന്റെ പാസ്റ്റ് ഫോമിൽ വേണം എഴുതാൻ. റൈഡിന്റെ പാസ്റ്റ് ഫോം റോഡ്, RODE, റോഡ് ആണ് ആൻസർ. ഓപ്ഷൻ എയും ബിയും സിയും പ്രൊനൗൺസ് ചെയ്യുന്നത് സെയിം ആണ്, ബട്ട് കറക്റ്റ് എഴുതേണ്ട ഓപ്ഷൻ ബി ആണ്. Question number 14. One of the men dash reached the top of the mountain. Options: has, are, were, have. Answer option A ആണ്, has. ഇവിടെ തന്ന സെന്റൻസിൽ വൺ ഓഫ് ദ മെൻ എന്നുള്ളത് സിംഗുലർ ആണ്. സോ സിംഗുലർ ആയിട്ടുള്ള ഒരു ഓക്സിലറി വെർബ് വേണം എടുത്തെഴുതാൻ. സോ ഹാസ് ഈസ് ദ ആൻസർ. വൺ ഓഫ് ദ മെൻ ഹാസ് റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 15. She has finished her work. ഈ സെന്റൻസ് നമ്മൾ ടാഗ് ഫോമിലേക്ക് മാറ്റാണ് വേണ്ടത്. ഓപ്ഷൻസ്: hasn't she, has she, isn't she, is she. ആൻസർ ഓപ്ഷൻ എ ആണ്, hasn't she. തന്ന സെന്റൻസ് പോസിറ്റീവിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ടാഗ് ഫോമിലേക്ക് മാറ്റുമ്പോൾ അത് നെഗറ്റീവ് ഫോമിലേക്കാണ് വരിക. പിന്നെ ഹെൽപ്പിംഗ് വെർബ് ഇതിൽ ഏതാണ്? ഹാസ് എന്നുള്ളതാണ്. ഹാസ് നോട്ട്, അതിനുശേഷം സബ്ജക്റ്റ് എഴുതണം. സബ്ജക്റ്റ് എഴുതി ക്വസ്റ്റ്യൻ മാർക്ക് എഴുതുക. അപ്പോൾ ഓപ്ഷൻ എ hasn't she ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, he ordered his servant. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണത്. he ordered his servant. ഇതിന്റെ ബാലൻസ് നമ്മൾ ഫില്ല് ചെയ്ത് എഴുതണം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? that he go home, to go home, that go home, that he should go home. ഇവിടെ നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ദാറ്റ് ഇവിടെ വേണ്ട. ഹി ഓർഡേർഡ് ഹിസ് സെർവന്റ് ടു ഗോ ഹോം. അവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു മീനിങ് ഫുൾ ആയ, അവിടെ ഒരു പ്രോബ്ലം നമുക്ക് തോന്നുന്നില്ല അല്ലെ അത് കൂട്ടി വായിക്കുമ്പോൾ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഹി ഓർഡേർഡ് ഹിസ് സെർവന്റ് ടു ഗോ ഹോം. ക്വസ്റ്റ്യൻ നമ്പർ 17. The leaves
dash as the wind blew. Options: rustled, hissed, murmured, crackled. ഇവിടെ ആ ഒരു ലീവ്സിന്റെ മൂവ്മെന്റിനെ നമ്മൾ ഏത് തരത്തിലുള്ള മൂവ്മെന്റ് ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്? The leaves dash as the wind blew. വിൻഡ് ബ്ലൂ ചെയ്തപ്പോ അതെങ്ങനെയുള്ളതായിരുന്നു ആ ലീവ്സിന്റെ മൂവ്മെന്റിനെ നമുക്ക് എങ്ങനെയാണ് എഴുതുക? സോ ആൻസർ ഓപ്ഷൻ എ ആണ്, റെസ്റ്റൽഡ്. 18th question. A bird in hand is worth two in the forest, nest, cave, bush. ഇവിടെ ആൻസർ ബുഷ് ആണ്. ഈ അതിൽ തന്നിട്ടുള്ള എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ എന്നുള്ളത് അതൊരു പ്രോവേർബാണ്. ആ പ്രോവേർബിന്റെ മീനിങ് നമ്മുടെ കയ്യിലുള്ളതാണ് നമ്മുടെ പ്രതീക്ഷകളെക്കാൾ നല്ലത്, അതാണ് ഒന്നും കൂടെ വാല്യുബിൾ എന്നുള്ള ഒരു മീനിങ് വരുന്ന ഒരു സെന്റൻസ് ആണത്. അപ്പോൾ അത് ഇംഗ്ലീഷ് പ്രോവേർബാണ്. അതിന്റെ ബാലൻസ് ആയിട്ട് അതായത് നെക്സ്റ്റ് വേർഡ് വരേണ്ടത് ബുഷ് എന്നുള്ളതാണ്. എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ എ ബുഷ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. 19th question. The marriage party dash at dawn. Options: put off, set off, set on, set up. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെറ്റ് ഓഫ്. തന്ന ഓപ്ഷൻസ് ഒക്കെ ഫ്രേസൽ വെർബ്സ് ആണ്. ഇതിനു മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ഇവിടെ മീനിങ്ങുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പുട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പോൺ, മാറ്റി വെക്കുക. സെറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാക്ക്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള മീനിങ് ആണ്, മാരേജ് പാർട്ടി സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ സെറ്റ് ഓഫ് ആണ് വരിക. ഓപ്ഷൻ ഡിയിലുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, സെറ്റ് ഓഫ്. ദ മാരേജ് പാർട്ടി സെറ്റ് ഓഫ് അറ്റ് ഡോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Our last question, question number 20. The president was specially happy to visit the school because it was his dash. Option B, alma mater is the answer. ഇതൊരു ഫോറിൻ വേർഡാണ്. മുൻപെങ്ങോ സംഭവിച്ച ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അൽമാ മാറ്റർ. ഇവിടെ പ്രസിഡന്റ് താൻ പഠിച്ച സ്കൂളിൽ വന്നപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ ഹാപ്പി ആയി എന്നുള്ള ഒരു വേർഡാണ് എഴുതേണ്ടത്. അൽമാ മാറ്റർ ഈസ് ദ ആൻസർ. അപ്പോൾ നമ്മുടെ 20 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 2017 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.